ഹായ് ഹലോ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അലുവേറ ജെൽ എങ്ങനെ ഉണ്ടാക്കാം, വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അലുവേറ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് കുറച്ച് ലീഫ് വെച്ചാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ അലുവേറ ജെല്ല് വെച്ച് തന്നെ ഒരു ഫേസ് പാക്ക് കാണിക്കുന്നുണ്ട്, ഒരു ടോണർ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം പുറത്ത് പോയി വാങ്ങിക്കാൻ നമുക്ക് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലായിരിക്കും. സോ നമ്മൾ വീട്ടിൽ കൂടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതും ഉപയോഗിക്കാം, നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. അങ്ങനെ മാറി മാറി ഉപയോഗിക്കും, കുറച്ച് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നെ അലുവേറയുടെ ഉപയോഗങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. മുഖത്തിൻ്റെ ടാൻ മാറ്റാനും അത് സൺ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഏജൻറ്റ് കൂടിയാണ് അലുവേറ. പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് മാർക്കും റിങ്കിൾസും ഒക്കെ വരാൻ നമുക്ക് പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിന് തരാനും നമ്മുടെ ഫേസിൻ്റെ മോയ്സ്ചർ നന്നായിട്ട് നിലനിർത്താനും എല്ലാത്തിനും അലുവേറ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അലുവേറ ജെൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് നാളായിട്ട് എല്ലാവരുടെയും ഒരു റിക്വസ്റ്റാണ് അലുവേറ ജെൽ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. എൻ്റെ അടുത്ത് കുറേ അലുവേറ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ അതെല്ലാം കുറച്ച് പ്ലാന്റ്സ് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമുക്കതുകൊണ്ട് എങ്ങനെയാണ് അലുവേറ ജെൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ള അലുവേറ വെച്ചിട്ടുണ്ടാക്കിയാൽ മതി കേട്ടോ. ആദ്യം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് സക്സസ് ആണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ കുറച്ചുകൂടി കൂടുതലുണ്ടാക്കാം. സോ ഇത്രയ്ക്കും നല്ല ഒരു സ്കിൻ കെയർ മീഡിയം നമുക്ക് വേറെ ഇല്ല കേട്ടോ. ഇതിനെ നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഹെവൻലി പ്ലാന്റ് എന്നാണ് പറയുന്നത്, അതായത് സ്വർഗത്തിലെ പ്ലാന്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ സ്കിന്നിനെ അത്രയ്ക്കും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇതിനെ കാണാനും. സോ നമുക്ക് അലുവേറ ജെല്ലിലേക്ക് പോകാം. ഞാൻ അലുവേറ പ്ലാന്റ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾ എടുത്ത എല്ലാത്തിൻ്റെയും അറ്റം കട്ട് ചെയ്യണം കേട്ടോ. അറ്റം കണ്ടിച്ചിട്ട് നമുക്കൊരു 6 hours അല്ലെങ്കിൽ 5 hours നിങ്ങൾക്ക് സമയമുള്ള പോലെ, ഏറ്റവും കൂടുതൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനെക്കുറിച്ച് നമുക്ക് വെള്ളത്തിലിങ്ങനെ ചാരി വയ്ക്കുമ്പോഴേക്കും ആ മഞ്ഞക്കറ പുറത്ത് വരും. മഞ്ഞക്കറയാണ് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നത്. സോ 6 hours ഇതിവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മൾ ചിരണ്ടി മാക്സിമം ജെൽ എടുക്കുക കേട്ടോ, ഒട്ടും തന്നെ വേസ്റ്റ് ആക്കരുത്. എടുത്ത ജെല്ലെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എത്രമാത്രം നിങ്ങൾക്ക് അവൈലബിൾ ആണോ, കിട്ടുന്നുണ്ടോ വീട്ടിൽ, അതിനനുസരിച്ച് എടുക്കുക. എടുത്തു കഴിഞ്ഞ് ഒന്ന് ചെക്ക് ചെയ്യുക പച്ച കളർ എന്തെങ്കിലും ഇതിനകത്ത് വീണിട്ടുണ്ടോ എന്ന്. എന്നിട്ട് ആ പച്ച കളറങ്ങ് അതൊക്കെ ഒരു കത്തി കൊണ്ടോ നിങ്ങളുടെ കൈ കൊണ്ടോ ഒക്കെ മാറ്റിയാൽ മതി. നമുക്ക് ഇത്രയും ജെല്ല് കിട്ടിയിട്ടുണ്ട് അത്രയും ലീഫിൽ നിന്ന്. ഇത് ഏകദേശം ഒരു 200 gram കാണും. ഇതിനെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ജ്യൂസ് ആക്കാം. ജ്യൂസ് ആക്കുന്ന ഒട്ടും തന്നെ വെള്ളം ഇടരുത്, ഇത് മൊത്തം വെള്ളം തന്നെയാണ്. വെള്ളം ഒട്ടും ഇടാതെ നമുക്കിതിനെ ജ്യൂസാക്കി കൊണ്ടുവരാം. ഞാനിതിനെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ജ്യൂസ് ആക്കി കൊണ്ടുവന്നിട്ട് അടുത്ത് കാണാം. ഇത്രയും ജ്യൂസ് ഉണ്ട്. നമുക്കിതിനെ ഒരു ഗ്ലാസ് ടംബ്ലറിലോട്ട് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ചൂടാക്കാം. ഓക്കെ, ചൂടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ ചീത്തയാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചൂടാക്കുന്നത്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമുക്കിതിനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചൂടാക്കിയെടുക്കാം. ഒരു ഗ്ലാസ് ടംബ്ലറിലോട്ട് ഞാൻ മാറ്റുവാണ്. നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ബോയിൽ ചെയ്യാം.
ഞാൻ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് ഇതിനെ ഒന്ന് 10-15 മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കാൻ പോവുകയാണ്. ഞാനൊരു 10 മിനിറ്റ്സ് ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ള കളർ പത വരുന്നതൊക്കെ എടുത്തങ്ങ് മാറ്റാം. നമുക്കിത് ചൂടോടെ കൂടെ തന്നെ മിക്സ് ചെയ്യാൻ പറ്റിയ വലിപ്പത്തിലുള്ള ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിൽ നിന്ന് കുറച്ച് ജെല്ല് നമുക്ക് ഒരു ടോണർ ഉണ്ടാക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ അതിൽ നിന്ന് കുറച്ച് ഇത് അലോവേറയുടെ ടോണർ കൂടെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ചൂടോടെ കുറച്ച് എടുത്ത് കുറച്ചുകൂടെ നമുക്ക് എടുത്ത് മാറ്റാം. ഞാനൊരു 1 സ്പൂണോളം നമ്മുടെ അലോവേറ ജ്യൂസ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തോട്ടാണ് നമ്മൾ സെറ്റാകാൻ വേണ്ടി ഒന്നെങ്കിൽ സാന്താൻ ഗം ചേർക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാന്താൻ ഗം ഇല്ലെന്നുണ്ടെങ്കിൽ ജെലാറ്റിൻ ചേർത്താലും മതി. ഞാനിപ്പോൾ ജെലാറ്റിൻ ചേർത്ത് കാണിക്കാം, കാരണം എല്ലാവരുടെ കയ്യിലും അത് കാണത്തില്ലല്ലോ. അതുകൊണ്ട് ജെലാറ്റിൻ ചേർത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ജെലാറ്റിൻ. നമുക്ക് കുറച്ച് ജെലാറ്റിൻ ഇങ്ങനെ എടുക്കാം. കുറച്ച് മതിയാകും കേട്ടോ. ഇതിനെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ജെലാറ്റിൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മിക്സിനെ നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അലോവേറ ജെല്ലിലോട്ട് ജ്യൂസിലോട്ട് ആഡ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ജെലാറ്റിനാണ്. ഇതിന് പകരം സാന്താൻ ഗം ചേർത്താലും അടിപൊളിയാണ്. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഞാനൊരു ഉണങ്ങിയ ഒരു കണ്ടെയ്നറിലോട്ട്, അതായത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. സോ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് മൊത്തത്തിൽ. ഇത്രയും അലോവേറ ജെൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്ത ആകെ 4 ലീഫാണ്. സോ നിങ്ങളുടെ കയ്യിൽ എത്രയാണെന്ന് വെച്ചാൽ അത്ര എടുക്കുക. ഇതുപോലൊരു വെള്ളം ഒന്നുമില്ലാത്ത ഉണങ്ങിയ കണ്ടെയ്നറിലാക്കി ഒരു 3-4 മണിക്കൂർ അധികം ചൂടില്ലാത്ത സ്ഥലത്ത് വെക്കുക. ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല. 3-4 മണിക്കൂർ കഴിയുമ്പോൾ ജെല്ലായിട്ട് സെറ്റായിട്ടുണ്ടായിരിക്കും നമ്മുടെ അലോവേറ ജെൽ. നമ്മൾ ആ അലോവേറ ജെല്ലിൽ നിന്നും കുറച്ച് ജെല്ലെടുത്ത് മാറ്റി വെച്ചിരുന്ന ഒരു ടോണർ ഉണ്ടാക്കാൻ വേണ്ടി ടോണറിലേക്ക് നമുക്ക് കുറച്ച് ഒരു 5 to 6 ഡ്രോപ്പ് ഓഫ് ഗ്ലിസറിൻ ഒഴിക്കാം. വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ ഒഴിക്കാൻ വിട്ടുപോകരുത്. ഇതിലേക്ക് നമുക്കൊരു 3-4 ഡ്രോപ്പ് ഓഫ് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഇത്ര തന്നെ മതിയാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിക്കാം. ഒരു 10 ml. ഓക്കെ, വേണമെങ്കിൽ ഒരു 5 ml കൂടെ ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ടോണർ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ടോണർ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ടോണർ ഇങ്ങനെ കയ്യിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. 2 കൈയിലും മുഖത്തുമൊക്കെ നിങ്ങൾക്കിത് ടോണറായിട്ട് ഇടാവുന്നതാണ്. ഓക്കെ, നല്ല സ്മെല്ലാണ് റോസ് വാട്ടർ ഉള്ളതുകൊണ്ട്. അത്രയ്ക്കും നല്ലൊരു ടോണറാണ്. നമ്മുടെ അലോവേറ ജെൽ റെഡി ആയിട്ടുണ്ട്. കാണാമോ? ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ടെക്സ്ചർ എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ അലോവേറ ജെൽ ഇവിടെ ബ്യൂട്ടിഫുള്ളി റെഡി ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്ചർ കാണാമോ? ഞാൻ അത്ര ടൈറ്റ് ആക്കിയിട്ടില്ല. ഒരുപാട് ജെലാറ്റിൻ ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ സാന്താൻ ഗം വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ അത് വാങ്ങിച്ച് നോക്കിയോ. കുറച്ചും കൂടെ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ ജെലാറ്റിൻ ആയ കാരണം ഇങ്ങനെ ഒരു കളർ നമുക്ക് കിട്ടും, ഒരു യെല്ലോയിഷ് ഗ്രീനിഷ് കളർ. പിന്നെ ഗ്രീൻ വന്ന് അലോവേറയുടെയും കൂടെയാണ് കേട്ടോ. സോ അത്രയ്ക്ക് നല്ലതാണ്. നമ്മളൊരു 3 ഇലയിൽ നിന്നുണ്ടാക്കിയ അലോവേറ ജെല്ലാണ്. ഇത് വളരെ സേഫാണ്. ഓക്കെ, ഞാൻ കയ്യിലിട്ട് കാണിക്കാം.
ഞാനിപ്പോൾ ഈ ചോപ്പ് സ്റ്റിക്കിലുള്ളത് മാത്രമേ ഇടുന്നുള്ളൂ. നല്ല സൂപ്പറാണ്. നമ്മൾ അതൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് വെളിയിൽ വെച്ചാലും ഓക്കെയാണ്, നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഓക്കെയാണ്. നിങ്ങൾക്ക് മുഖത്തും കഴുത്തിലും കയ്യിലും എക്സ്പെഷ്യലി മുടിക്ക് നല്ല കണ്ടീഷണറാണിത്. മുടിക്കും സ്കിന്നിനും ഒക്കെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഇതിനുള്ള അത്രയും പ്ലേസ് വേറെ ഒരു പ്ലാന്റിനുമില്ല. സോ അത്രയ്ക്ക് നല്ലതാണ്. അടച്ച് വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ടുള്ള കണ്ടെയ്നർ ആയിരിക്കാൻ ഒരിക്കലും മറക്കരുത്. നമുക്ക് പായ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലിട്ട് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ ചൂടാക്കിയെടുക്കുമ്പോൾ ഉള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ മഞ്ഞ സ്റ്റെയിൻ നമ്മുടെ ഫേസിലോട്ട് ഒട്ടത്തില്ല. ഇത് കുറച്ചുകൂടെ ഒരു എഫക്റ്റ് ഉണ്ടാവും. ഇത് ബ്ലാക്ക് ആകുന്നവരെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിൽ വെച്ച് ഫ്രൈ ആക്കിയാൽ മതി. എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു തവ പോലെ മണ്ണിൻ്റെ ഒരു തവയാണ്, അതിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ഇത് ആക്നെ പോകാനും റിങ്കിൾസ് പോകാനും നിങ്ങളുടെ ഫേസിലുള്ള മാർക്കൊക്കെ പോകാനും ഫേസിന് പെട്ടെന്നൊരു തിളക്കം കിട്ടും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് ആവും ഫേസ്. ബ്ലാക്ക് ആകുന്നതിനും സൺ ടാനിനും ഒക്കെ ഉള്ളതാണ്. ഇത് ഈ ഒരു കളർ ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുത്താൽ നല്ലതാണ്. നമ്മൾ പാനിലിട്ട് ചൂടാക്കിയെടുത്ത മഞ്ഞൾപ്പൊടിയാണിത്, കാപ്പിപ്പൊടിയല്ല കേട്ടോ. ഇത്രയും ഒരു കളർ വരുന്നിടം വരെ ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലമാവും കൂടെ ചേർക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കുറച്ച് അലുവേറ ജെൽ ചേർക്കാം. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ അലുവേറ ജെല്ലിൽ നിന്നും കുറച്ചെടുത്ത് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന കടലമാവ്, നമ്മളൊന്ന് വറുത്തെടുത്ത മഞ്ഞൾപ്പൊടി, നമ്മൾ ഹോം മെയ്ഡായിട്ടുണ്ടാക്കിയ അലുവേറ ജെൽ, ഇത് ഫേസിലിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്ത്, അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകുക. ഇത് മുഖത്തുണ്ടാകുന്ന മാക്സിമം കറുപ്പ് കളറിനെ, പാടുകളെ, ഫൈൻ ലൈൻസ്, ആക്നെയ്ക്ക് എല്ലാവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇട്ട് കാണിക്കാം. നമുക്കിത് ഫേസിലിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യും. കോൺസെൻട്രേറ്റ് അണ്ടറായി. അലുവേറ ജെൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ആ ഒരു ഫേസ് പാക്കും ടോണറും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. ഉണ്ടാക്കി നോക്കൂ, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് സാൻഡാങ് ഗം എന്ന് പറയുന്നത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ആമസോണിൽ ലിങ്ക് അല്ലെ ഏതെങ്കിലും ഒരു ഓൺലൈനിൽ കിട്ടും. ഞാൻ അതിൻ്റെ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അത് വാങ്ങിക്കൂ. അത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. അത് കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ നിങ്ങൾക്കെല്ലാം അവൈലബിൾ ആണ് ജെലാറ്റിൻ എന്നുള്ളത് കൊണ്ട് ജെലാറ്റിനാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അവൈലബിൾ ആയിട്ടിരിക്കുന്നത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ജെലാറ്റിൻ ആയിരിക്കും. ബിക്കോസ് അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ജെലാറ്റിൻ കിട്ടും. അതുകൊണ്ട് ഞാൻ ജെലാറ്റിൻ ചേർത്താണ് നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഉണ്ടാക്കുന്നത് സാന്താൻ ഗം വെച്ച് തന്നെയാണ്. അത് ഓൺലൈനിൽ കിട്ടും, നിങ്ങൾക്ക് അത് വാങ്ങിക്കാം. അത് കുറച്ചും കൂടെ നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. നമുക്ക് 2-3 ലീഫിൽ ഞാൻ എടുത്തത് ആകപ്പാടെ ഒരു 4 ലീഫ് അങ്ങനെ എന്തോ ആണ്. അതിൽ നിന്നും എനിക്ക് കിട്ടിയിരിക്കുന്ന ഏകദേശം ഒരു 200 ഗ്രാമിന് മേളിൽ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് ഈ അലുവേറ ജെൽ തന്നെ നിങ്ങൾക്ക് മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാം.
നിങ്ങൾക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം, പിന്നെ ഞാൻ കാണിച്ച പോലെ ടോണറായിട്ട് ഉപയോഗിക്കാം. സോ ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വളരെ ഹാപ്പിയാണ് നിങ്ങളുടെ കമൻസ് വായിക്കുന്നതിൽ. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ സജഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ. ഞാൻ നിങ്ങളുടെ സജഷൻസ് ഉള്ള വീഡിയോസ് മാക്സിമം ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളുടെ റിക്വസ്റ്റ് ഞാൻ മാക്സിമം അക്സെപ്റ്റ് ചെയ്ത് അതുപോലെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പരിഗണിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.